പക്ഷേ ഇതെന്ന് പറയുമ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പലസ്തീൻ്റെ ഫ്ലാഗാണ്. ഇപ്പം ഈ ഒരു 3 കളർ റെഡ്, ഗ്രീന്, ബ്ലാക്ക്. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഒരു ഫ്ലാഗിൻ്റെ ഒരു കളറാണ്. മാത്രമല്ല ഇത് മെയ്ഡ് ചെയ്തത് പലസ്തീനിൽ നിന്നാണ്. അപ്പോൾ പലസ്തീനുകാർ തലയിലിടുന്ന ഒരു കുഫിയാണിത്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലും കൂടി. അതെ, തീർച്ചയായിട്ടും. ഇന്ന് നമ്മുടെ അതിഥി വളരെ വർണ്ണശബളമായ ജീവിതം നയിക്കുന്ന, മനസ്സുകൊണ്ട് പ്രായമായ എന്നാൽ ശരീരം കൊണ്ട് ചെറുപ്പമായ ഒരാളാണ് മഹീൻ. വെൽക്കം ടു ചോദ്യം ശരിയല്ല. താങ്ക് യു സോ മച്ച്. എന്താണ് ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു അർത്ഥം? ഇപ്പോൾ ഉടുപ്പ് പറയുകയാണെങ്കിൽ ഇതിന് വലിയ അർത്ഥമൊന്നുമില്ല. ആഫ്രിക്കയിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധാരണമായിട്ടുള്ള ഡ്രസ്സാണ്. ആഫ്രിക്കൻസ് ഇടുമോയെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ആഫ്രിക്കയിലെ കുറച്ച് ആളുകൾ നമുക്ക് ഇടുന്ന കാണാം. പിന്നെ ഇത് ആക്ച്വലി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് പലസ്തീൻ്റെ ഫ്ലാഗാണ്. ഇപ്പം ഈ ഒരു 3 കളർ റെഡ്, ഗ്രീന്, ബ്ലാക്ക്. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഒരു ഫ്ലാഗിൻ്റെ ഒരു കളറാണ്. മാത്രമല്ല ഇത് മെയ്ഡ് ചെയ്തത് പലസ്തീനിൽ നിന്നാണ്. അപ്പോൾ പലസ്തീനുകാർ തലയിലിടുന്ന ഒരു കുഫിയാണിത്. അപ്പോൾ അവർക്ക് ഉള്ള ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലും കൂടി. അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ ഇങ്ങനെ എന്തോ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ആളുകൾ പറയാറുണ്ട് എന്തിനാണ് യാത്രയും പൊളിറ്റിക്സും കൂടിക്കലർത്തുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി ട്രാവൽ ഈസ് പൊളിറ്റിക്കൽ. അതായത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളും നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് കഴിക്കുന്നു, നമ്മൾ പോയിട്ട് എവിടെ സ്റ്റേ ചെയ്യുന്നു, അതെല്ലാം ആക്ച്വലി പൊളിറ്റിക്കൽ കൂടിയാണ്. അപ്പോൾ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്രയിൽ മനസ്സിലാക്കിയതാണ് ട്രാവൽ ഈസ് പൊളിറ്റിക്കൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ എനിക്ക് ആക്ച്വലി പലസ്തീനെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പം ധരിക്കുന്നത് പോലും. ഈ ട്രാവൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞ ഒരു വാക്ക് ക്യാച്ച് ഫ്രേസ് എന്ന നിലയിൽ കേൾക്കുമ്പോൾ ഒരു കുറച്ചുകൂടെ വിശദീകരിച്ചാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം പലസ്തീൻ കൊണ്ടാണല്ലോ തുടങ്ങിയത്. നമുക്ക് പലസ്തീൻ വെച്ച് തന്നെ പറയാം. ഇപ്പോൾ പലസ്തീൻ ആൻഡ് ഇസ്രായേൽ, പല ആളുകളും വിചാരിക്കുന്നു മതം കാരണം കൊണ്ടാണ് അവിടെ യുദ്ധം നടക്കുന്നത്. അഫ്കോഴ്സ് ആക്ച്വലി ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും മതം കൊണ്ടല്ലെന്നും അത് അധികാരമോഹത്തിന് വേണ്ടി എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അത് പല ആളുകളും മനസ്സിലാക്കുന്നില്ല. അപ്പം ഇസ്രായേൽ ഹമാസ് യുദ്ധമല്ല യഥാർത്ഥത്തിൽ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണ് അവിടെ നടക്കുന്നതെന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ എറണാകുളത്തോട്ട് യാത്ര ചെയ്യുന്നു. ഞാൻ KFCയിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നു. എൻ്റെ യാത്രാഭാഗമായിട്ട് KFCയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിന് ഞാൻ നൽകുന്ന ബില്ലിൻ്റെ ഒരു ഓഹരി അവരെവിടെയാണ് ബേസ് അത് പോകുന്നത്? അഫ്കോഴ്സ് KFC, മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന പല കമ്പനികളുടെ ഫണ്ട് ഓഹരി എല്ലാം പോകുന്നത് ഇസ്രായേലിലോട്ടാണ്. അപ്പം ആ ഒരു പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അഫ്കോഴ്സ് അവർ കൂടുതൽ എന്താ പറയുക ആയുധങ്ങൾ വാങ്ങാൻ പറ്റുന്നതും. ആ ആയുധങ്ങൾ വെച്ചിട്ടാണ് അവർക്ക് പലസ്തീനിലുള്ള ആളുകളെ കൊല്ലാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രാവൽ ഈസ് ഓഫ് പൊളിറ്റിക്കൽ. ഇത് ഒരു ഫുഡിൻ്റെ മാത്രം എക്സാമ്പിളാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, ഇപ്പം ഞാൻ ഇസ്രായേലിലോട്ട് പോകാനായിട്ടുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ പോലും എനിക്കറിയാം ചില ആളുകൾ എന്ന് പറയുമ്പം ഇസ്രായേലിലോട്ട് ഇപ്പോൾ പോകുന്നില്ല. കാരണം ഇസ്രായേലിൽ പോകാനായിട്ട് അവർക്ക് വിസ ഫീ കൊടുക്കണം. അപ്പോൾ ആ വിസ ഫീ കൊടുത്തുകൊണ്ട് അതും അവരുടെ ഒരു കാരണമാവുമല്ലോ എന്ന് പറഞ്ഞ് ചില ആളുകൾ പോകാറില്ല. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരൻ വിസ ഏജൻസി നടത്തുവാണ്. അപ്പോൾ ഇസ്രായേലിലോട്ടുള്ള വിസ അദ്ദേഹം പ്രോസസ്സ് ചെയ്യാറുണ്ട്. ബട്ട് അദ്ദേഹം അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പം അദ്ദേഹം അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ പൈസ എല്ലാം ഇസ്രായേൽ ഗവൺമെൻറ്റിലോട്ടാണ് പോകുന്നത്. അപ്പം അവരുടെ ഒരു ആശയമാണ് അത്. അപ്പോൾ ട്രാവൽ ഈസ് ആക്ച്വലി പൊളിറ്റിക്കൽ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലവും സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളും അതിലെല്ലാം ആക്ച്വലി ഇപ്പം അമേരിക്കൻ ടാക്സ് പേയേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ കോമൺ ആളുകൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ അവർ കോമൺ ആളുകൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് മണി എല്ലാം അമേരിക്ക പോലുള്ള പല രാജ്യങ്ങൾ എന്താ പറയുക ആയുധം ഇസ്രായേലിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ടാക്സ് മണി പോലും ആക്ച്വലി പൊളിറ്റിക്കലിൻ്റെ ഭാഗമാകാറുണ്ട്. പൊളിറ്റിക്സ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. പക്ഷേ ഇതൊരു വൈഡർ പൊളിറ്റിക്കൽ ആംഗിൾ ഇതിലുണ്ടല്ലോ. അതായത് കുറച്ചും കൂടെ ഇതിലോട്ടൊന്ന് ആഴത്തിൽ പോയി നോക്കാം. എന്താണ് മഹീൻ വിചാരിക്കുന്ന ഒരു ശാന്തിപൂർണമായ ഒരു ഇസ്രായേൽ പാലസ്തീനിൻ്റെ ഒരു സൊല്യൂഷൻ എന്തായിരിക്കും?
അഫ്കോഴ്സ് നമുക്കിപ്പോൾ 1948 പോലെ നമുക്ക് പലസ്തീന് പെട്ടെന്ന് ഇന്നൊരു ദിവസം വന്നിട്ട് നമുക്ക് 1948 എങ്ങനെയാണ് പലസ്തീൻ അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും ആക്കാൻ കഴിയില്ല. കാരണം ഇസ്രായേൽ വലിയൊരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. അവിടെ ധാരാളം ഇസ്രായേലീസ് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല ആളുകളും പറയുന്ന പോലെ നമുക്ക് ഇസ്രായേലിനെ തിരിച്ചു പിടിച്ചിട്ട് അത് പലസ്തീൻ ആക്കണം, അത് ഒരിക്കലും പോസിബിൾ അല്ല. അത് ആക്ച്വലി ഒരു ഫൂളിഷ്നെസ് ആണ്. ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയാണുള്ളത്, വെസ്റ്റ് ബാങ്കും ഗാസയുമാണ് പലസ്തീൻ്റെ ടെറിട്ടറിയിൽ വരുന്നത്, ഓക്കുപ്പൈഡ് ടെറിട്ടറിയിൽ വരുന്നത്. അപ്പം ഈ കറണ്ട് അവർക്കുള്ള ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പം അവിടെ അങ്ങോട്ട് എന്താ പറയുക, വേറെ ഇല്ലീഗൽ സെറ്റിൽമെൻറ്റേഴ്സിനെ അയക്കാതിരിക്കുക. അപ്പം അതായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ശാശ്വതമായിട്ടുള്ള ഇപ്പോൾ ഉള്ള പരിഹാരം. നമുക്ക് പണ്ട് ഇസ്രായേലുകാർ ഇല്ലീഗലായിട്ട് വന്ന് സെറ്റിൽ ചെയ്ത സംഭവങ്ങളൊന്നും നമുക്ക് തിരിച്ചു വാങ്ങാൻ എന്തായാലും കഴിയില്ല. അപ്പോൾ പല ആളുകളും അതാണ് ഉന്നയിക്കുന്നത്. ബട്ട് അത് ആക്ച്വലി പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അന്ന് ഒരു ഇല്ലീഗലായിട്ടാണ് വന്നതെന്ന് പറയാൻ കാരണം അഫ്കോഴ്സ് ഇല്ലീഗൽ സെറ്റിൽമെൻറ്റ്സ് ആയിരുന്നു. അവർക്ക് ആക്ച്വലി ഓസ്ലോ കരാറ് പ്രകാരം അവർക്ക് ഒരു ലാൻഡ് നിശ്ചയിച്ചിട്ടുണ്ട്. 2 പേർക്കും ബ്രിട്ടീഷിന് ശേഷം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അവിടെ ഇല്ലീഗൽ സെറ്റിലേഴ്സ് പല പലസ്തീനുകാരുടെ വീടുകൾ ആക്രമിച്ച് IDF എന്ന് പറയുന്നു, IOF എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. IOF എന്ന് പറയുമ്പോൾ ഇസ്രായേലി ഒക്കുപ്പേഷൻ ഫോഴ്സ്, അഫ്കോഴ്സ് ഓക്കെ, ഡിഫൻസിനെക്കാട്ടെ. അപ്പം ഈ IOF അല്ലെങ്കിൽ ഇസ്രായേലി ഒക്കുപ്പേഷൻ ഫോഴ്സ് പോയിട്ട് അവരുടെ സഹായത്തോടെ പല ആളുകളെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെയാണ് ആക്ച്വലി ഇവർ പലസ്തീൻ്റെ മിക്ക സ്ഥലങ്ങളും എന്താ പറയുക കയ്യേറിയത്. പിന്നെ നക്ബ ഉണ്ടായിരുന്നു 1948. അപ്പം അങ്ങനെയാണ് ആക്ച്വലി ഇവർ ഇസ്രായേലുകാർ എന്താ പറയുക പലസ്തീൻ്റെ ലാൻഡ് ബാക്കിയെല്ലാം കൈക്കലാക്കിയത്. ഈ ഇസ്രായേൽ പലസ്തീനി വിഷയം കേരളത്തിൽ ഇത്ര മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നൊരു കാര്യമല്ലേ? ഇത്ര വൈകാരികമായി കേരളത്തിൽ ഇതിനെപ്പറ്റി പല കോൺഫ്ലിക്റ്റ് ഏരിയാസും ഉണ്ടല്ലോ. ഇപ്പോൾ ആഫ്രിക്കയിലുണ്ട്, ഈവൻ യൂറോപ്പിലുണ്ട്, ഈസ്റ്റേൺ യൂറോപ്പിലും, ഈവൻ സൗത്ത് ഏഷ്യ, ഈസ്റ്റ് ഏഷ്യ, പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ പലസ്തീനി ഈ ഒരു പ്രശ്നം ഇത്ര വികാരപരമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും മറ്റു ഭാഗങ്ങളിലും സംസാരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്? അതിൻ്റെ കാരണം മതമാണ്. കേരളത്തിലെ ഒരു കാര്യം പറഞ്ഞാൽ ആളുകൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഡയറക്റ്റ് പലസ്തീനെയാണ്. ബട്ട് അവർക്ക് കാര്യം അറിഞ്ഞൂടാ. ഓക്കെ, പലസ്തീനിലാണ് ന്യായം എന്നത് വേറൊരു വാസ്തവമാണ്. ബട്ട് എന്നിരുന്നാലും ആ കാര്യങ്ങൾ അറിയാതെയാണ് അവർ പലസ്തീനെ എന്താ പറയുക ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും കുറച്ച് എന്താ പറയുക ബൈബിളിലൂടെ കുറച്ച് കണക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം കേരളത്തിലുള്ള എന്താ പറയുക ക്രിസ്തുമത വിശ്വാസികൾ ബ്ലൈൻഡായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ബട്ട് ഞാൻ ജർമ്മനിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി. ജർമ്മനിയിൽ പോയപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി. അപ്പം അവിടെ ഇപ്പം നമുക്ക് വെസ്റ്റേൺ കോളേജിലൊക്കെ കാണുന്ന പോലെ ടെൻ്റൊക്കെ അടിച്ച് പ്രൊട്ടസ്റ്റ് നടക്കുവാണ്. ഏകദേശം 50 ദിവസമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ മെയിൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രൊട്ടസ്റ്റ് നടക്കുക. അപ്പം അതിൻ്റെ ടോപ്പ് ഹെഡ് എന്ന് പറയുമ്പം ഇസ്രായേലി വംശജനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. മനസ്സിലായല്ലേ? ഇത് കേരളത്തിലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്രായേലിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ പലസ്തീൻ യഹൂദ വംശജനാണോ? അല്ല, അത് ഇസ്രായേലിൽ മുസ്ലിംസും ഉണ്ട്. ഇസ്രായേലി പൗരന്മാരായിട്ട് മുസ്ലിംസ് ഉണ്ട്, ജൂതന്മാരുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. ബട്ട് ഇവരെന്ന് പറയുമ്പം ഇതിൽ ഭയങ്കര റേസിസമാണ്. ഇവർ ഏറ്റവും ടോപ്പ് സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പം അവിടുത്തെ യഹൂദരായിട്ടുള്ള ഓർത്തഡോക്സ് യഹൂദർ എന്ന് പറയും. ഈ ഓർത്തഡോക്സ് യഹൂദരും പിന്നെ വരുന്നതെന്ന് പറയുമ്പം സെക്യുലർ ആയിട്ടുള്ള ജൂതമതക്കാരാണ്. അപ്പം ഈ സെക്യുലർ ആയിട്ടുള്ള ജൂതമതക്കാരും ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതമതക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം വന്നതെന്ന് പറയുമ്പോൾ ഒരു സയനിസ്റ്റ് മെസ്സേജ് വെച്ചിട്ടാണല്ലോ, അതായത് ജൂതന്മാരെ എല്ലാം ഏകോപിപ്പിക്കുക. അപ്പൊ ഈ ജൂതരാഷ്ട്രം നിൽക്കണമെങ്കിൽ അവരുടെ ജൂതമതം നിലനിൽക്കണം. അപ്പൊ അതിനുവേണ്ടി തോറ പഠിക്കണം, അതിനുവേണ്ടിയുള്ള ആളുകൾ വേണം. അപ്പം ഈ ഓർത്തഡോക്സ് ജൂതന്മാർക്ക് ആണുങ്ങൾക്കെന്ന് പറയുമ്പോൾ വേറെ പണിയൊന്നുമില്ല. ഇവര് ഈ ഒരു സ്കൂളുകളിൽ പോയിട്ട് ഈ മതപഠനശാലകളിൽ പോയിട്ട് ജസ്റ്റ് അവർക്ക് തോറ പഠിച്ച് നീങ്ങിയാൽ മതി. ഇസ്രായേൽ എന്ന് പറയുമ്പം എന്താ പറയാ, നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആർമി ഇതുണ്ട് നമുക്ക് കുറച്ച് കാലത്തേക്ക്. പക്ഷെ ഇതൊന്നും ഓർത്തഡോക്സ് ജ്യൂസിന് ബാധകമല്ല. ഇതൊക്കെ ബാധകം ആർക്കാണ്? സെക്യുലർ ആയിട്ടുള്ള ജ്യൂസിന്. അപ്പൊ ഇതുകൊണ്ട് തന്നെ സെക്യുലർ ആയിട്ടുള്ള ജ്യൂസ് ചിന്തിക്കുമ്പോൾ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജ്യൂസിന് ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ട് ആർമി പോകണം, അവർക്ക് പോകണ്ട. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ച്വലി ഇസ്രായേലിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജൂതന്മാർക്ക് ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. അത് വേറൊരു പ്രശ്നം. പിന്നെ ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സ് ജ്യൂസ്, പിന്നെ സെക്യുലർ ജ്യൂസ്, പിന്നെ അവിടെ ഉള്ള
അവിടെയുള്ള എന്താ പറയുക ക്രിസ്ത്യൻസ് മുസ്ലിംസ് പലസ്തീനിലെ കാര്യമല്ല പറയുന്ന. അപ്പൊ ഈവൻ അവിടെയുള്ള ക്രിസ്ത്യൻസിന് പോലും അവിടെയുള്ള മുസ്ലിംസിന് പോലും ഇവർക്ക് പ്രശ്നം കൊടുക്കുവാണ്. ഇസ്രായേലിൽ ക്രിസ്ത്യൻസും ഉണ്ട് മുസ്ലിംസും ഉണ്ട്, അതുപോലെ തന്നെ പലസ്തീനിലും ഉണ്ട് മുസ്ലിംസും ഉണ്ട് ക്രിസ്ത്യൻസും ഉണ്ട്. ബട്ട് പലസ്തീനിലെ മുസ്ലിംസും ക്രിസ്ത്യൻസും വളരെയധികം പ്രശ്നം നേരിടുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിലുള്ള ക്രിസ്ത്യൻസും ആക്ച്വലി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവർക്കൊരു ഇസ്രായേലി പാസ്പോർട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ കണ്ട പുള്ളി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. കാരണം പുള്ളിക്കാരൻ ഇസ്രായേൽ പാസ്പോർട്ട് ഉണ്ട്, അത് കുറച്ച് പവർ ഉള്ളതാണ്. പുള്ളിക്കാരന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറേ രാജ്യങ്ങളിൽ ഈസി ആയിട്ടുണ്ട്. ബട്ട് അതേസമയം പുള്ളിക്കാരൻ അവിടെ എന്താ പറയുക, പുള്ളിക്കാരൻ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, എങ്ങോട്ട് പോകുമ്പോഴും എന്താ പറയുക ചന്തിയിൽ ഇടികിട്ടും എന്നുള്ള എന്തോ ഒരു ഇംഗ്ലീഷിൽ വാക്ക് പറഞ്ഞായിരുന്നു, അതായത് ഈ IDF-ന്റെ എന്ന്. അപ്പം അതുപോലെ അവിടെ ഉള്ള ക്രിസ്ത്യൻസും ആക്ച്വലി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. മുസ്ലിംസ് സ്വാഭാവികമായിട്ടും പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടെ ഉള്ള ക്രിസ്ത്യൻസ് സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ആരും ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ വേറൊരു വിഭാഗം കൂടി ഉണ്ടല്ലോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അഫ്കോഴ്സ് അതാണ് അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ മതം, അല്ലെങ്കിൽ നമുക്ക് ഒരു മതത്തിനെ ഇഷ്ടമില്ല. ഇപ്പം എനിക്കൊരു ശത്രു ഉണ്ട്, അപ്പോൾ വേറൊരു വ്യക്തി ആ ഒരു ശത്രുവിനെ എന്താ പറയുക വെറുക്കുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഈ പുള്ളിയെ എന്താ പറയുക സ്വാഭാവിക ശത്രുവിൻ്റെ ശത്രുമിത്രം, അതാണ് സംഭവം. ഇത് മതം ഒരു പ്രശ്നമാണോ? മതം ഒരു പ്രശ്നം പല ആളുകളും പറയാറുണ്ട്. ആക്ച്വലി മതമില്ലാത്തൊരു ലോകം അടിപൊളിയാണെന്ന് പലരും ആൾക്കാരും പറയുന്നുണ്ട്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. ബട്ട് ഞാൻ എൻ്റെ യാത്രയിൽ മനസ്സിലാക്കിയത് മതം ആക്ച്വലി ഈ ഒരു കമ്മ്യൂണിറ്റി നിലനിർത്താനും ഈ ഒരു കുറേയൊക്കെ ശാന്തത നിലനിർത്താൻ മതങ്ങൾ ആക്ച്വലി വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ എന്താ ദായിഷ് അല്ലെങ്കിൽ ISIS, അൽ-ഖ്വയ്ദ, താലിബാൻ ഇവരെല്ലാം മതത്തിൻ്റെ പേരിൽ വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ മതം കാരണമാണ് സത്യത്തിൽ തീവ്രവാദികൾ ഉണ്ടാകുന്നതെന്നും ലോകയുദ്ധങ്ങളും ഉണ്ടാകുന്നതെന്നും നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ പുറകിലൊക്കെ വളരെയധികം രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് മതത്തിൻ്റെ പേരിൽ ഉണ്ടായതല്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചിന്തിച്ചാലോ യാത്ര ചെയ്താലോ മനസ്സിലാവുന്ന കാര്യം മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പക്ഷേ യാത്രയിൽ മനസ്സിലാക്കിയത് നമ്മളിപ്പം വെസ്റ്റേൺ സൊസൈറ്റി നോക്കുവാണെങ്കിൽ മതം എന്ന് പറയുന്ന സംഭവം വളരെ രീതിയിൽ കുറയുവാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ബേസ് സംഭവങ്ങൾ നോക്കുവാണെങ്കിൽ വളരെ കുറവാണ്. ഇപ്പം പണ്ട് ചർച്ചിൽ ആളുകൾ പോകുമ്പോൾ വെസ്റ്റേൺ സൊസൈറ്റിയിൽ തന്നെ അവരൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ആ ഒരു ഹാർമണി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പോയാൽ പല ആളുകൾക്കും അവരുടെ നൈബറിനെ തന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മതം കാരണം നമ്മൾ ആക്ച്വലി വളരെയധികം എന്താ പറയുക കുറേ രീതിയിലൊക്കെ സന്തോഷപരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പം അടുത്തിടെ നബിദിനം ഉണ്ടായി, ഓണം അഫ്കോഴ്സ് നമ്മുടെ കേരളത്തിൻ്റെ ഫെസ്റ്റിവലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ഉള്ളത് കൊണ്ട് പല ആളുകളും ചർച്ചിലോട്ട് പോകുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ആ ഒരു ബന്ധം പുലർത്തുന്നു. അല്ലെങ്കിൽ ചർച്ചിൽ ഫെസ്റ്റിവൽസ് നടക്കുന്നു, ക്ഷേത്രങ്ങളിൽ ഫെസ്റ്റിവൽസ് നടക്കുന്നു. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു സൗഹൃദം എന്താ പറയുക മനുഷ്യൻ്റെ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ മതം ഒരു വലിയൊരു ഫാക്ടറായിട്ട് ഉപകരിക്കാറുണ്ട്. ഈ ഓണം ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ? അതെ, ഓണം ആഘോഷിക്കരുതെന്ന് പലരും പറഞ്ഞു തുടങ്ങിയല്ലോ. ഓക്കെ, അതിനെ പറ്റി എന്താ അഭിപ്രായം? സത്യത്തിൽ ഓണം പോലുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ അധികം കണ്ടിട്ടില്ല. കാരണം ഓണം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ 3 മതങ്ങളായിട്ടുള്ള ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം ഈ 3 പേരെയും ഒരുപോലെ ചേർത്ത് നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആഘോഷിക്കാത്തവർക്ക് അല്ലെങ്കിൽ ആഘോഷിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആഘോഷിക്കാതിരിക്കാം. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ ഓഫ് യൂണിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് എന്താ പറയുക അവർ കൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഓണം ആഘോഷിക്കും. മാത്രമല്ല ഇതുവരെയായിട്ടും ഓണം ആഘോഷിച്ചുകൂടാ എന്നുള്ളതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ആഘോഷിക്കാത്തവർക്ക് ആഘോഷിക്കാതിരിക്കാം. ബട്ട് ആഘോഷിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അത് നമ്മുടെ ഒരു വലിയൊരു സൗഹൃദ വലയം വീണ്ടും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കേരളത്തിൽ വലിയൊരു ഹാർമണി നിലനിർത്താൻ വേണ്ടി ഈ ഒരു ഓണം എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിന് സാധിക്കുന്നുണ്ട്. അതേസമയം നമുക്ക് നബിദിനം അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും അമ്പലത്തിൻ്റെ ഫെസ്റ്റിവൽ, അപ്പം ഇതെന്ന് പറയുന്നത് ഒരു മതത്തിൽ മാത്രം ചുരുങ്ങിക്കൊണ്ടുള്ള ഫെസ്റ്റിവൽസ് ആണ്. പക്ഷേ ഓണം എന്ന് പറയുമ്പോൾ കേരളീയർ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആരൊക്കെ ഉണ്ടോ, ഏത് മതം സ്വീകരിക്കുന്നവനുണ്ടോ, ഏത് ജാതി ഉണ്ടോ, ഏത് കാസ്റ്റ് ഉണ്ടോ, ഏത് റിലീജിയൻ ഉണ്ടോ, അവർക്കെല്ലാം വേണ്ടിയുള്ളതാണ്. അപ്പം എന്തുകൊണ്ടും ഓണം എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ആഘോഷിക്കാത്തവർക്ക് ആഘോഷിക്കാതിരിക്കാം. മാഹീൻ എന്നാണോ വിളിക്കുക? മാഹീൻ. അതെ. ഈ മാഹീൻ യാത്രയിൽ അനുഭവിച്ച ഏറ്റവും വൈകാരികമായ നിമിഷം ഏതായിരിക്കും? വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഭയങ്കരമായിട്ട് ഭയപ്പെടുക, അല്ലെങ്കിൽ ഒരു സന്തോഷം കൊണ്ട് കരഞ്ഞു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും
എനിക്കൊന്ന് യാത്രയിൽ കണ്ട മനുഷ്യർ അവർ തന്നെയാണ് വൈകാരികമായി തോന്നിയ അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സന്തോഷം കൊണ്ടും പിന്നെ ദുഃഖം കൊണ്ടും. ഇപ്പോൾ ഞാൻ ആഫ്രിക്കയിലെ എനിക്ക് ട്രോമ ജീവിതത്തിൽ സംഭവിച്ചത് 2 പ്രാവശ്യമാണ്. ഒന്ന് ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രശ്നം വന്ന് അപ്പോൾ ആളുകൾ എന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയ ബുള്ളിങ് ചെയ്തു. അപ്പം അതൊന്നാണ്. പിന്നെ രണ്ടാമത്തെ തവണ എന്ന് പറയുമ്പോൾ ഇപ്പോഴായിട്ട് എനിക്ക് ആഫ്രിക്കയിൽ വെച്ചൊരു റോബറി ആയിരുന്നു. അപ്പോൾ സാധാരണ ഇപ്പം ഞാൻ ജയിലുകളിൽ കിടന്നിട്ടുണ്ട്, ആളുകളുടെ ഇടി കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ റോബറി നടന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഭയങ്കര ഒരു വൈകാരികമായിട്ട് തോന്നി. അതുകൊണ്ട് എനിക്ക് ട്രോമ വന്നു. അപ്പം അതും ആളുകളിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഞാൻ കൂടുതൽ വൈകാരികമായി തോന്നിയ നിമിഷങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ സന്തോഷപരമായിട്ട് ആ ഒരു വൈകാരികമായി തീർന്ന നിമിഷങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നു ഓരോ ആളുകൾ നമ്മൾ ഒരു പരിചയമില്ലാതെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി, അപ്പം അത് കാണുമ്പോഴാണ് എനിക്ക് ആക്ച്വലി കൂടുതൽ എന്താ പറയുക അങ്ങനെ ആ ഒരു രീതിയിലേക്ക് എത്തുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ. ആടുജീവിതത്തിൽ അതിൽ കാണിക്കുന്നതെന്ന് പറയുമ്പം സൗദിക്കാരെ ഒരു മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ അവസാനം ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി, ഈ പൃഥ്വിരാജ്, പുള്ളി ഇങ്ങനെ റോഡിലൂടെ അലഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ഒരു നല്ലൊരു പഴയ ഒരു ആഡംബര കാർ ബെൻസോ എന്തോ വന്ന് നിർത്തുന്നു. പുള്ളിക്കാരൻ വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു വെള്ളം കൊടുത്തപ്പോൾ ആക്ച്വലി ഞാൻ തിയേറ്ററിൽ നിന്ന് കരയുവാണ്. അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നിമിഷങ്ങളാണ്. കാരണം ഞാനിപ്പോൾ സൗദിയിൽ മരുഭൂമിയാണല്ലോ കൂടുതലും. ആകെയുള്ള 2-3 പട്ടണങ്ങളൊക്കെ മാറിയ സൗദിയിൽ എവിടെ പോയാലും മരുഭൂമി പ്രദേശങ്ങളാണ്, ഡ്രൈ ലാൻഡാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ വണ്ടിയിൽ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ ഫുള്ളായിരിക്കും. ബട്ട് ആരായാലും നിർത്തിയിട്ട് അവർ തരുന്നതെന്ന് പറയുമ്പോൾ നേരെ നീട്ടുന്നത് ആ സീനിൽ എങ്ങനെ കാണിച്ചോ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ വെള്ളം കുപ്പി നീട്ടുന്നു അതുപോലെയാണ് എനിക്ക് നീട്ടിയത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സുലൈൽ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട് സൗദിയിൽ. ഒരാളെ മാത്രം എനിക്ക് കാണിക്കാൻ കഴിയില്ല, ബട്ട് എന്നാലും അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ 1000 പേര് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു ദിവസം എന്നെയും ലക്ഷ്മി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെയും ഒരു ഫീമെയിൽ പുള്ളിക്കാരെയും അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിലോട്ട് കൊണ്ടുപോയി അവിടെ സ്റ്റേ ചെയ്യിപ്പിച്ചു. വഴിയിൽ നിന്ന് കിട്ടിയതാണ് നമ്മളെ. അദ്ദേഹം അടുത്ത ദിവസം ഒരു കടയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം പറയാണ് ഇതെടുക്ക്, അതെടുക്ക്, ഉടുപ്പെടുക്ക്, ചെരുപ്പെടുക്ക്, ഷോക്സ് എടുക്ക്. അപ്പം ഒരു മനുഷ്യൻ നമ്മളെ പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ എന്തിന് ഇതൊക്കെ ചെയ്യുന്നു? അപ്പം ആ ഒരു നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വൈകാരികമാവാറുണ്ട്. അപ്പം ഞാൻ ചിലപ്പം ഞാനിപ്പോഴായിട്ട് എനിക്കറിയാവുന്നുള്ളൊരു സ്ത്രീയുണ്ട്, ഫ്രഞ്ചുകാരിയാണ്. പുള്ളിക്കാരി ആഫ്രിക്കയിലൂടെ യാത്ര ചെയ്ത് മിഡിൽ ഈസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്ത് കാറിൽ പോയതാണ് ഓവർലാൻഡിങ്. അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ സൗദിയിലൊക്കെ യാത്ര ചെയ്ത് ഒരു എക്സ്ട്രീം ഹോസ്പിറ്റാലിറ്റി അനുഭവിച്ചപ്പോൾ പുള്ളിക്കാരി ആ രാജ്യം വിട്ടപ്പോൾ പുള്ളിക്കാരി കരഞ്ഞുകൊണ്ടൊരു വീഡിയോ പകർത്തുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കാണുമ്പോൾ ഞാനും വീണ്ടും കരയാറുണ്ട്. കാരണം എനിക്ക് ജീവിതത്തിൽ സംഭവിച്ച ആ നിമിഷങ്ങൾ പെട്ടെന്ന് കടന്നു വരും. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ വൈകാരികമായിട്ട് തോന്നിയ ഒരു വലിയ നിമിഷങ്ങൾ. നമ്മൾ പൊതുവെ അധികം യാത്ര ചെയ്യാൻ അവസരം കിട്ടാത്തവരോ അല്ലെങ്കിൽ ഒരു റുട്ടീൻ ജീവിതം ജീവിക്കുന്ന പലരും ഇത്രയധികം മനുഷ്യരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും. ഈ മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവത്തെ പറ്റി ഇങ്ങനെയുള്ളവരോട് എന്താണ് മഹീന് പറയാൻ പറ്റുക? ഈ പല രാജ്യങ്ങളിലും പലതരം ആളുകളെ കണ്ടു. നിറം കൊണ്ടും നാഷണാലിറ്റി, മതപരമായിട്ട് പല കൾച്ചേഴ്സ്. പക്ഷെ മനുഷ്യന് പൊതുവായിട്ടൊരു സ്വഭാവം ഉണ്ടോ? ആക്ച്വലി ഉണ്ട്. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ. ഇപ്പം പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ എന്തിനാ അപ്പം ഞാൻ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ താലിബാൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ്, നീ എന്തിനാ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ അടുത്ത് പോയത്, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഈ കാണുന്ന ആളുകൾ ഓപ്പണായിട്ട് പറയുന്നതാണ്, റേസിസം ആണെങ്കിലും ഈ കറമ്പന്മാരുടെ ഇടയിൽ പോകുന്ന എന്തിനാ പേടിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കിയ അനുഭവം കൊണ്ട് എപ്പോഴും ആളുകൾക്ക് റിപ്ലൈ ചെയ്യുന്ന രീതിയാണ്, അവർ മനുഷ്യർ തന്നെയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആക്ച്വലി ഒരുപോലെയാണ്. അവർ ആക്ച്വലി ചിലപ്പോൾ അവരുടെ അന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ നാടിന് വേണ്ടി പല രീതിയിൽ സ്വഭാവം മാറുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലും ഇറാനിലുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ ഇറാനിലെ ബലൂചിസ്ഥാനിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബലൂചിസ്ഥാനിലെ ഒരു പുള്ളി എന്ന് പറയുമ്പോൾ ഓപ്പിയവും ആംസും എന്താ പറയുക കള്ളക്കടത്തായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക ലഹരി വസ്തുക്കളും തീവ്രവാദത്തിനോ എന്തിനെങ്കിലും ആയിരിക്കണം, അതെനിക്കറിയില്ല. അപ്പം തോക്കുകളൊക്കെ കൊണ്ടുപോകുന്ന ഇതാണ്. പക്ഷെ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ എന്നെ വണ്ടിയിൽ കയറ്റി, പുള്ളിക്കാരൻ്റെ ഗസ്റ്റ് ആണെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എന്നെ വണ്ടിയിൽ കയറ്റി, പുള്ളിക്കാരൻ ഓരോ സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരുന്നു. ആ ഭക്ഷണം വാങ്ങാൻ സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഉള്ള ആളുകൾ ഞാൻ പുറത്തുനിന്നാണ്
ഈ വണ്ടി ഓടിക്കുന്ന പുള്ളിക്കാരനും പുറത്താണെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുകയാണ് നിങ്ങൾ രണ്ടും നമ്മളെ ഗസ്റ്റ് ആണെന്ന്. ഈ പുള്ളിക്കാരൻ പറയുന്നു ഞാൻ അയാളുടെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭക്ഷണം വാങ്ങാൻ വേണ്ടി കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെ ഉള്ള ലോക്കൽസ് പറയുന്നത് ഇല്ല നിങ്ങൾ വാങ്ങില്ല, നമ്മളാണ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യർ ഇത്രയേ ഉള്ളൂ ആക്ച്വലി. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതിനു വേണ്ടി പല രീതിയിലോട്ട് മാറുന്നവരാണ്. അവരുടെ മനസ്സിലെല്ലാത്തിനും ഒരു നന്മ ഉണ്ട്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു നന്മ ഉണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ ആക്ച്വലി പേടി കൂടാതെ പലയിടത്തും ഇങ്ങനെ പോകുന്നത്. ഇപ്പം ഏതൊരു മനുഷ്യൻ, ഇപ്പം ഞാനായാലും ഒരു മോഷ്ടാവായാലും ആ മോഷ്ടാവിൻ്റെ ഇടയിൽ ഒരു നന്മ ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ സാഹചര്യം അദ്ദേഹത്തിനെ പല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അതാണ്. എല്ലാവരുടെയും ഉള്ളിലും തിന്മയും ഉണ്ടോ? തീർച്ചയായിട്ടും ആയിരിക്കണം. തിന്മയും അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? തിന്മയും എനിക്ക് തോന്നുന്നു ഓഫ്കോഴ്സ് അവരുടെ സാഹചര്യങ്ങൾ മൂലമാണ്. ബട്ട് തിന്മ വളരെ കുറവാണ്. നന്മയാണ് മനുഷ്യരിൽ കൂടുതൽ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് മൃഗങ്ങളാണ് മനുഷ്യരെക്കാൾ നല്ലത്. അതൊക്കെ ആളുകൾ പറയുന്നത് മാത്രമാണ്. മനുഷ്യർ തന്നെയാണ് ആ ഒരു എന്താ പറയാ, അതെ മനുഷ്യർ തന്നെയാണ് നല്ലത്. ഓക്കെ, ഈ ഇത്രയും കാലത്തെ യാത്രയിൽ ഇപ്പം ഇത് കെനിയയിൽ വെച്ചല്ലേ കെനിയയിൽ പോയി റോബറിയൊക്കെ അനുഭവിച്ചതിന് ശേഷം ഒരു കെനിയയെ പറ്റിയുള്ള ഒരു ചിന്താഗതി മാറിയോ? കെനിയെ പറ്റി ചിന്താഗതി മാറിയോന്ന് പറഞ്ഞാൽ കെനിയെ പറ്റി എനിക്ക് ഓൾറെഡി അറിയാം. ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു രീതിയിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ ഞാൻ അവിടെ പല വീടുകളിൽ അന്തി ഉറങ്ങിയപ്പോഴും അവരുടെ എല്ലാം കൂടുതൽ പരാതി, അവരുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരുടെ നമ്മൾ ഒരു രാജ്യത്ത് പോകുമ്പം തന്നെ നമുക്ക് ആ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ കൊണ്ട് മനസ്സിലാക്കാം. ഇപ്പം കേരളത്തിലാണെങ്കിൽ എത്ര വലിയ വീടുകളുണ്ട് ഇലക്ട്രിക് ഫെൻസ് വെച്ച് ഇത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? വളരെ കുറച്ച് മാത്രമല്ലേ. പക്ഷെ കെനിയയിലാണെങ്കിൽ ഒരു ആവറേജ് എല്ലാ വീടുകളും അത്യാവശ്യം നല്ല വീടുകളെല്ലാം ഇലക്ട്രിക് ഫെൻസ് കൊണ്ട് സെക്യൂരിറ്റി ഒക്കെ വെച്ചാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ കള്ളന്മാരുടെ ശല്യം അല്ലെങ്കിൽ റോബറിയൊക്കെ കോമൺ ആണോ. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് കെനിയെക്കുറിച്ച് ചെറുതായിട്ട് അറിയാമായിരുന്നു, മുൻപരിചയം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയായിരുന്നു ഞാൻ കെനിയയിൽ പോകുന്നതിന് മുമ്പ് തന്നെ. പിന്നെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലായി. ബട്ട് അതിനർത്ഥം ഞാൻ പോയി എനിക്കൊരാൾക്ക് റോബറി ഉണ്ടായതിനർത്ഥം കെനിയ ഒട്ടും സേഫ് അല്ല എന്നല്ല. ബട്ട് എനിക്ക് തോന്നുന്നു റോബറിയുടെ കാര്യത്തിൽ കെനിയ നമ്മുടെ പല ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് കെനിയ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഈസ്റ്റ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും അല്ലെങ്കിൽ സദേൺ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും കുറച്ച് അൺസേഫാണ് ഈ റോബറി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ. അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ റോബറി ചെയ്തപ്പോൾ തോക്കും കൊണ്ടാണ് വന്നത്. അത് ഡമ്മി തോക്കാണെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ 5 പേരും വന്നപ്പോൾ 5 പേരുടെ കയ്യിലും തോക്കുണ്ടായിരുന്നു. തോക്ക് ചൂണ്ടി തീർച്ചയായിട്ടും. എന്താണ് ഫീൽ ചെയ്തത്? എന്തായിരുന്നു മാനസികാവസ്ഥ? അല്ല, ഞാൻ ആക്ച്വലി ഓടുമായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി ഓടി തുടങ്ങി. എനിക്കൊരു വഴി അറിയായിരുന്നു. അപ്പൊ ഞാൻ ഓടുന്നതിന്റെ ഇടയിൽ എൻ്റെ ഒരു പെൺസുഹൃത്ത് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഓടയിൽ വീണു. അപ്പൊ പുള്ളിക്കാരി ഓടയിട്ടിട്ട് എനിക്ക് ഓടാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അവിടെ പോയി ഒരു മൂലയിൽ ഇരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു, ഒരു ചെറിയ ഗോപ്രോ ഉണ്ടായിരുന്നു, പിന്നെ കയ്യിലുണ്ടായിരുന്ന കാശ് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഈ ഒരു ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത ഭാഷ, കെനിയയില് ഇംഗ്ലീഷ് സംസാരിക്കുമോ? തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം അതൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ പോലും ഇംഗ്ലീഷ് സംസാരിക്കുമോ, ഇംഗ്ലീഷ് സംസാരിച്ചാൽ എന്തോ ഒരു അടിപൊളി എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷ മാത്രമാണ്. അതുകൊണ്ടല്ല അല്ലെങ്കിൽ ഭാഷയും കൂടി അറിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തു? തീർച്ചയായിട്ടും. കെനിയ, ഉഗാണ്ട പോലുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും, എനിക്കൊന്ന് 95% പേരും ഭാഷ സംസാരിക്കും. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് അവിടെ നിന്ന് പിന്നെ നാട്ടിലോട്ട് തിരിച്ചു വരണല്ലോ. തീർച്ചയായിട്ടും. ആ സമയത്ത് നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് കരുതിയോ? തീർച്ചയായിട്ടും. ഇതിപ്പം ലോകം എന്ന് പറയുന്നത് നമ്മുടെ വിരൽത്തുമ്പിലല്ലേ. നാളെ ഇപ്പൊ എനിക്ക് അമേരിക്കയിലുള്ള ഒരാളെ കണക്ട് ചെയ്യണമെങ്കിൽ അത് വലിയൊരു സംഭവമല്ല. കയ്യിൽ ഫോണും ഇല്ല, ഫോൺ ആവശ്യമില്ലല്ലോ നമുക്കിപ്പം. എസ്പെഷ്യലി ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അത് ധാരാളം ഒരു സുഹൃത്തുക്കൾ ഇല്ലാത്ത ആളുകൾ പോലും ഒരു സോഷ്യൽ മീഡിയയിൽ നാട്ടിൽ അറിയിച്ചാൽ പോലും മലയാളികളില്ലാത്ത ലോകമാണോ ഈ ലോകം? ചന്ദ്രനിൽ വരെ നമ്മൾ ജോക്കിന് പറയാറുണ്ട്, ചന്ദ്രേട്ടന്റെ ചായക്കട നീൽ ആംസ്ട്രോങ് പോയപ്പോ കണ്ടിരുന്നു. അത് സത്യത്തിലൊരു രീതിയിൽ വാസം. എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്? അല്ല, ഞാനവിടെ ഒരു മലയാളിയുടെ കൂടെ സ്റ്റേ ചെയ്യുമായിരുന്നു. അപ്പൊ മലയാളി കയ്യിലൊന്നും ഇല്ലാതെ കോണ്ടാക്ട് ഇല്ല. സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം വേറൊരു ഫോണിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം തപ്പിയെടുക്കാം, അതിൽ മെസ്സേജ് അയക്കാം.
അവരുടെ സുഹൃത്തിനെ. അപ്പോൾ ഞാൻ അന്ന് തന്നെ അതുൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അച്ഛനായിരുന്നു എന്നെ ഹോസ്റ്റ് ചെയ്തത്. നല്ല നല്ല ആളുകളാണ്. അപ്പോൾ ആ വീട്ടിലോട്ട് തിരിച്ചു പോയി? ഞാൻ അങ്ങനെ വിളിച്ചു, ഒരു ടാക്സി എടുത്ത് പോയി, അവർ പൈസ തന്നു. പിന്നെ ഏകദേശം 1 മാസത്തോളം അവിടെ സ്റ്റേ ചെയ്തു, പുതിയ പാസ്പോർട്ട് കിട്ടി. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴും കെനിയ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ആഫ്രിക്കൻ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ആഫ്രിക്കൻ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇരുണ്ട് കറുത്ത വിഭാഗം ആളുകൾ, ഭക്ഷണമില്ല, എല്ലും തോലായിട്ടുള്ള, അങ്ങനെയല്ല. കെനിയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമാണ്. ആഫ്രിക്കയിലെ വൺ ഓഫ് ദ ഡെവലപ്ഡ് രാജ്യമാണ് കെനിയ. ഈ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലം, നെയ്റോബിയെ ഞാൻ നെയ്റോബറി എന്നും വിളിക്കാറുണ്ട്. അതിന്റെ കാരണം ഈ ഒരു റോബറി നടന്നുകൊണ്ട്. അപ്പൊ നെയ്റോബി എന്ന് പറയുന്ന രാജ്യം വളരെ എന്താ പറയാ വലിയൊരു തലസ്ഥാനമാണ്. മാത്രമല്ല ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാത്തിലും മുൻനിരയിൽ നിൽക്കുന്നതാണ്. ബട്ട് ചെറിയ രീതിയിൽ ഈ ഒരു എന്താ പറയുക അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി ജീവിക്കാനായാലും എന്തിനൊക്കെ ആയാലും നമുക്ക് ഓക്കെയാണ്. പല ആളുകളും അവിടെ ജീവിക്കുന്ന ഒരു രാജ്യം കൂടി തന്നെയാണ്. ഈ പൊതുവെ ഏതോ ഒരു വീഡിയോയിൽ എനിക്ക് കണ്ടതായിട്ട് തോന്നി, എന്തെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്ക കൺസിഡർ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അതൊക്കെ ഇവിടെ നിന്ന് കുത്തിപ്പൊക്കിയാണ്. ഓക്കെ, ആക്ച്വലി ഞാനെന്ന് പറയുമ്പം ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം. അപ്പം ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതായിരിക്കും ഏതെങ്കിലും ഒരു പച്ചപ്പോ. കാരണം ആളുകളുടെ മനസ്സിൽ സൗന്ദര്യം എന്ന് പറയുന്നത് പച്ചപ്പാണ്. ഇപ്പോൾ സന്തോഷങ്ങൾ പറയുന്ന പോലെ ആക്ച്വലി പച്ചപ്പിന് മാത്രമല്ല സൗന്ദര്യമുള്ളത്, മരുഭൂമിക്കും സൗന്ദര്യമുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അതുപോലെ തന്നെ അപ്പോൾ ആളുകൾ പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രാജ്യം ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നത് നല്ല മലനിരകളും പച്ചപ്പുകളായിരിക്കും. പക്ഷെ എനിക്കെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല മനുഷ്യരും. ഇപ്പം ഞാൻ ആഫ്രിക്കയിലെ ഏറ്റവും നല്ല രാജ്യം നിനക്ക് തോന്നിയെന്ന് പറയുമ്പം ഞാൻ ആദ്യം പറയും, അതിൻ്റെ കാരണം കൂടി പറയും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. എൻ്റെ സുഡാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം. കാരണം സുഡാനിലുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ നന്മയെന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വെച്ച് സുഡാനിലുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ സുഡാൻ ഈസ് ബെസ്റ്റ് എന്ന് പറയും. കാരണം അവിടുത്തെ ആളുകൾ കാരണം. അപ്പോൾ ഈസ്റ്റ് ആഫ്രിക്കൻ ആളുകൾ പൊതുവേ എനിക്ക് തോന്നുന്നു വിശ്വസ്തത വളരെ കുറവായിട്ടുള്ള ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജനറലായിട്ടൊന്ന് പറയുന്നതാണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല. ബട്ട് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പം നമുക്ക് കേരളത്തിൽ നമ്മൾ എൻ്റെ വീട്ടിലാരും വരുമ്പോൾ ഞാൻ പറയാറില്ല റോഡിൽ പോകുമ്പോൾ സൂക്ഷിക്കണം, മൊബൈലെല്ലാം സൂക്ഷിക്കണമെന്ന് പറയാറില്ല. പക്ഷെ ഞാനിപ്പോൾ കെനിയയിലോ അല്ലെങ്കിൽ ഉഗാണ്ടയിലോ താൻസാനിയയിലോ ഒക്കെ ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ പോയി എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയും നീ മൊബൈൽ സൂക്ഷിക്കണേ, മറ്റുള്ള ആളെ വിശ്വസിക്കരുത്, അങ്ങനെ. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ അവിടെ വിശ്വസ്തത വളരെ കുറവാണ്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് അങ്ങനെ ഒരാളുമായിട്ട് എന്താ പറയുക വിവാഹം ചെയ്യാനോ ഒന്നും വലിയ താല്പര്യമില്ല. ഈ കള്ളം പറയുന്നതിൽ പൊതുവെ മലയാളികളും ഇന്ത്യക്കാരും കുറച്ച് മുന്നിലാണെന്ന് പറഞ്ഞാൽ തെറ്റാവോ? കള്ളം പറയുന്ന നമ്മൾ ജീവിക്കാൻ കള്ളം പറയാം അല്ലേ? കള്ളം അതല്ല, പൊതുവെ നമ്മൾ ഇപ്പോൾ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്തല്ലോ. ഒരു ആവറേജ് യൂറോപ്യൻ പൊതുവെ കള്ളം പറയുന്നത് ഇന്ത്യക്കാരെക്കാളും കുറച്ച് കുറവല്ലായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക, എനിക്കൊന്നും അറിയില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ മലയാളികളുടെ സ്വഭാവവും ഉത്തരേന്ത്യയിലെ ഇപ്പോൾ യു പിക്കാരുടെ സ്വഭാവം വ്യത്യസ്തമാണല്ലോ. അപ്പം നമ്മൾ ഇന്ത്യ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ തന്നെ അത് വളരെ തെറ്റാണ്. ഇപ്പം നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം യൂറോപ്യൻസ് എന്ന് ജനറലായിട്ട് പിന്നെയും പറയാം. കാരണം യൂറോപ്പിലെ പല സെൻട്രൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, സെൻട്രൽ യൂറോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സെൻട്രൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ പല ആളുകളുടെ കൾച്ചറും സ്വഭാവ രീതിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതേസമയം നമ്മൾ ഇന്ത്യയിൽ വന്നാൽ കേരളക്കാരുടെ സ്വഭാവം അല്ല യു പിക്കാരുടെ വ്യത്യാസം. കാരണം കേരളം നമ്മൾ ഈവൻ കഴിക്കുന്ന ഭക്ഷണം വ്യത്യാസമാണ്. ഈവൻ സ്വഭാവത്തിൽ പോലും. ഇപ്പം ഞാൻ വളരെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ഹൈജീൻ പറയാം. ഇപ്പോൾ ഉത്തരേന്ത്യക്കാരൻ ഞാൻ ബീഹാറിയെ പറയുവാണ്, കേരളക്കാരൻ മലയാളിയെ പറയുകയാണ്. മലയാളിയും ബീഹാറിയും തമ്മിലുള്ള സ്വഭാവത്തിൽ വലിയൊരു അന്തരമുണ്ട്. നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മലയാളിയുടെ ഇപ്പം നമ്മളിപ്പം ബസ്സിൽ കയറുവാണ്, നമ്മുടെ കണ്ടക്ടർ പറയും ആ മോനേന്ന് പറയും. അവിടെ നമ്മുടെ മോനേന്ന് വിളിച്ച ആ ഒരു എന്താ പറയുക സൗമ്യമായിട്ട് പെരുമാറുന്നത് കാണാൻ വളരെ കുറവായിരിക്കും. ഇപ്പം അവരെല്ലാവരും ബായ് ബായ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിൽ എന്താ പറയുക ബയ്യാന്നുള്ള രീതിയിൽ. ഇവിടെ നമ്മൾ ഇപ്പം നിങ്ങൾ എന്നെ പ്രായം കൂടുതലാണ്, അപ്പം ഞാൻ നിങ്ങളെ പൊതുവായിട്ട് ഹലോ നിങ്ങളുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതിനേക്കാളും ഹലോ അങ്കിൾ അല്ലെങ്കിൽ അങ്കിളേ ഓക്കെ, മനസ്സിലായല്ലേ? ആ ഒരു രീതിയിലായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാടെ പ്രായമുള്ളൊരു സ്ത്രീയെ ഞാൻ കാണുവാണെങ്കിൽ ആ അമ്മയെ ആന്റി എന്നായിരിക്കും വിളിക്കുന്നത്, മനസ്സിലായി? അപ്പൊ ആ ഒരു ബിഹേവിയറിൽ തന്നെ അതിലൊരു എന്താ പറയുക ഒരു സ്വാതന്ത്ര്യമുണ്ട്, മനസ്സിലായല്ലേ? അപ്പം നമ്മൾ സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പെരുമാറി. ഇപ്പം ഞാനൊരു ട്രെയിനിന് എക്സാമ്പിൾ പറയണം.
ഇപ്പോൾ ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുവാണ്, ഒരു മലയാളി എന്ന് പറയുമ്പോൾ കാല് മുകളിൽ വെച്ച് ഇരിക്കാറില്ല. ഞാൻ ഇരിക്കാറുണ്ട്, കാരണം ഞാൻ എൻ്റെ കൾച്ചർ ഉത്തരേന്ത്യയിൽ പോയപ്പോൾ തന്നെ അവരുടെ കൂടെ സിങ്കായി. ബട്ട് അതേസമയം ഒരു ബീഹാറി ആണെങ്കിൽ അവരെ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അവര് ട്രെയിനിലാണെങ്കിലും എവിടെയാണെങ്കിലും കാല് മുകളിൽ വെച്ച്, അല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ തമ്പാക്ക് കഴിച്ച് സ്പ്ലിറ്റ് ചെയ്ത് അവർ യാത്ര ചെയ്യും. മനസ്സിലായി? അപ്പം നമ്മുടെ ബിഹേവിയറിൽ തന്നെ ഒരു വലിയൊരു അന്തരമുണ്ട്. മലയാളികളും ബീഹാരികളും അല്ലെങ്കിൽ ഒരു മേഘാലയക്കാരനും ഒരു ഗുജറാത്തിയും, മനസ്സിലായില്ലേ, വലിയൊരു വ്യത്യാസമുണ്ട്. അല്ല, ഇത് ഞാനിപ്പം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, പൊതുവെ നമ്മൾ പല പല നാടുകളിലും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ പൊതുവെ കൾച്ചറിലുള്ള വ്യത്യാസത്തെ പറ്റി, ഇപ്പോൾ പൊതുവെ നമ്മൾ ഏഷ്യൻസ്, ഇപ്പോൾ ചൈനയിലൊക്കെ ആളുകൾ സംസാരം അങ്ങനെ ചാടിക്കേറി സംസാരിക്കാത്ത ആളുകളാണ്, ഇന്ത്യക്കാരുടെ അത്രയും സംസാരമില്ലാത്ത ആളുകളാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചൈനയിലും ജപ്പാനിലും ഒക്കെ അതുമാതിരി സത്യസന്ധതയുടെ കാര്യത്തിലും അവരൊക്കെ നമ്മളെക്കാളും കുറച്ചുകൂടി ഭേദമാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ ഞാൻ ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ ഇന്ത്യക്കാര് വളരെ എന്താ പറയാ മോശം സ്വഭാവമാണെന്ന് ഈ ആഫ്രിക്കയിൽ പറയാറുണ്ട്. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആഫ്രിക്കയിൽ പറയാറുണ്ട്. പക്ഷെ ആക്ച്വലി ഇത് ഈ ഇന്ത്യ എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാം ഈ എന്താ പറയാ ഗുജറാത്തികളൊക്കെയാണ് ആക്ച്വലി. കാരണം ഗുജറാത്തികൾ എന്ന് പറയുന്നത് ലോകത്ത് എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയെല്ലാം ബിസിനസ് അത് ഭയങ്കര വിപുലമായിട്ട് ചെയ്യുന്ന ടീംസാണ് ഈ ഗുജറാത്തീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെഷ്യലി ഈ പട്ടേലുകാരെന്ന് പറയുന്നത് ബിസിനസ്സിൽ ഭയങ്കര സംഭവമായിട്ടുള്ള ആളുകളാണ്. അപ്പം ഇപ്പം ഈ ഗുജറാത്തിലൊക്കെ ഈ കെനിയ, ഉഗാണ്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ ഈ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല. അപ്പൊ ഇന്ത്യക്കാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ബ്രോഡായിട്ട് പോകുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന എല്ലാം ഈ പട്ടേലുകാരെയൊക്കെയാണ്. കാരണം അവരെന്ന് പറയുമ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളെടുത്ത് വലിയ ഇതാക്കില്ല. അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ പണം മാത്രം എന്നുള്ള രീതിയാണ്. അതേസമയം മലയാളികൾ അങ്ങനത്തെ ഉള്ള രീതിയിൽ അങ്ങനെ അധികം കംപ്ലൈന്റ് ഈ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊന്നും വർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഉണ്ടാവാറില്ല. പക്ഷെ അവര് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയും, അപ്പൊ അതിലും മലയാളികൾ ഉൾപ്പെടുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഈവൻ മലയാളികൾ തന്നെ പറയാറുണ്ട്, ഈ പട്ടേലുകാർ കാരണം നമ്മുടെ എന്താ പറയാ പേരും കൂടെ നഷ്ടപ്പെടുകയാണെന്ന്. ഞാനൊരിക്കലും ഉഗാണ്ടയിലായിരുന്നപ്പോൾ, കമ്പാലയിലായിരുന്നപ്പോൾ ഒരു സുഹൃത്തിനെ സോഷ്യൽ മീഡിയ വഴി ഒരു പെൺകുട്ടി, മനസ്സിലായില്ലേ, അപ്പൊ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളായി. അങ്ങനെ പുള്ളിക്കാരിയുടെ സംസാരിച്ചു വന്നു. അവസാനം പുള്ളിക്കാരി ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചു. ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് മീറ്റ് ചെയ്തില്ല. അപ്പൊ ഞാൻ വീണ്ടും എന്താ പറയാ പയ്യെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ഇന്ത്യക്കാരെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യക്കാരിൽ നിന്ന് ബാഡ് അനുഭവം ഉണ്ടായി. അപ്പൊ അത് ഞാൻ വീണ്ടും കൂടുതൽ എങ്ങനെയാണ് ആളെന്ന് മനസ്സിലാക്കിയപ്പം അത് ഒരു ഉത്തരേന്ത്യനാണ്. അപ്പൊ ഞാൻ ഉത്തരേന്ത്യക്കാർ പൊതുവെ മോശമാണെന്നല്ല, ബട്ട് ഇപ്പം നിങ്ങൾ യൂറോപ്യനും ഇന്ത്യയും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൽ അറിയില്ല എന്നായിരിക്കും പറയാനുള്ള ആൻസർ. കാരണം ഇന്ത്യയിൽ തന്നെ വേറെ ഇതുണ്ട്. ബട്ട് ഒരു മലയാളിയും ഒരു എന്താ പറയാ പട്ടേലുകാരൻ്റെ ബിഹേവിയറിൽ എനിക്ക് തോന്നുന്നു മലയാളികളാണ് കൂടുതൽ ട്രസ്റ്റ് വർത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ യാത്ര ചെയ്തു. മിഡിൽ ഈസ്റ്റിലെന്ന് പറയുമ്പോൾ ഗസ്റ്റ് വർക്കറായിട്ട് വരുന്ന ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ്. ഇന്ത്യക്കാരെ തന്നെ ഇവർ ഇന്ത്യക്കാരെന്നല്ല പറയുന്നത്, ഈ അറബികൾ പറയുന്നത് മലബാരികളെന്നാ, മലയാളികൾ പിന്നെ അല്ലാത്ത ഇന്ത്യൻസ്. ചില ആളുകൾ ഇന്ത്യൻസ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ പഴയ അറബ്സ് എല്ലാം പറയുന്നത് മലബാരീസ് ഒരു ഗ്യാങ്, പിന്നെ ഇന്ത്യൻസ്, മറ്റു ഇന്ത്യൻസ്, പിന്നെ ബംഗാളികൾ, പിന്നെ ഈ പട്ടാണികൾ, ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ഇവർ ഈ ട്രസ്റ്റ് വർത്തിയിൽ ആക്ച്വലി മലയാളികൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടം, ബംഗാളികളെ തീരെ കണ്ടുകൂടാ. കാരണം അവർ പറയുന്നത് അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ സ്വഭാവം ബംഗ്ലാദേശുകാർ വലിയ ഇതില്ല. പിന്നെ അവർക്ക് ഇഷ്ടം പാകിസ്ഥാനികൾ, പിന്നെ ഇന്ത്യക്കാർ, പിന്നെ ഏറ്റവും ടോപ്പ് അവർക്ക് ആക്ച്വലി പ്രിയമുള്ളതെന്ന് പറയുമ്പോൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഞാൻ മലബാരി എന്നുള്ള രീതിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ അറബ്സിന്റെ വണ്ടിയിലൊക്കെ ലിഫ്റ്റ് അടിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. മനസ്സിലായി? മലബാരി, മലബാരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, ഒരു ഭയങ്കര സൗഹൃദമായിട്ട് നമ്മളെ വരവേൽക്കാറുണ്ട്. ചില പെൺസുഹൃത്തുക്കൾ കേരളം സന്ദർശിക്കാറുണ്ടല്ലോ. തീർച്ചയായിട്ടും. നേരത്തെ ഒരു കാരോളിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, മുമ്പ് ഒരു ഉഗാണ്ടയിൽ നിന്നൊരു പെൺകുട്ടി, അവരിവിടെ വന്നിട്ട് ഇവിടുത്തെ മലയാളി പുരുഷന്മാരുടെ നോട്ടത്തെ പറ്റിയും പെരുമാറ്റത്തെ പറ്റിയൊക്കെ എന്താണ് പറഞ്ഞത്?